ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇന്നർ ചൈൽഡ് വോൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നർ ചൈൽഡ് വോൺസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. സോ വീഡിയോ ലെങ്തി ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ആദ്യം ഇന്നർ ചൈൽഡ് വോൺസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് ഇന്നർ ചൈൽഡ് എന്ന് പറയണം അല്ലേ? അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ്, നമ്മുടെ ഒരു മിനി വേർഷനാണെന്ന് പറയാം. അതായത് നമ്മൾ കുട്ടിയായിരുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാകും. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, നല്ലതും ചീത്തയുമായിട്ടുള്ള. അത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ ഈ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ തന്നെ ഒരു പാർട്ടാണ്. സോ ഇന്നർ ചൈൽഡ് വോൺസ് എന്ന് പറയുന്നത്, ഈ ഒരു ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇമോഷണലി ഹേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ പെയിൻ തന്നിട്ടുള്ള അത്തരം എക്സ്പീരിയൻസസിൽ നിന്നൊക്കെ ഉള്ള മെമ്മറീസിനെ, അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ പേരൻസിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള പല ഇമോഷണലായിട്ടുള്ള ഇഞ്ചുറീസും ട്രോമാസും അബ്യൂസീവായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമുക്കുണ്ടായിട്ടുള്ള പെയിന്, അതെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ട്രോമയും അബ്യൂസീവ് എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായി തന്നെ ആവണമെന്നില്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആകാം. പക്ഷേ അതൊക്കെ നമ്മുടെ ഉള്ളിലൊരു മുറിവായിട്ടുണ്ടാകും. സോ അതിനെയാണ് നമ്മൾ ഈ ഒരു ഇന്നർ ചൈൽഡ് വോൺസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഉള്ളിൽ ഇന്നർ ചൈൽഡ് വോൺസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. നമ്മുടെ ലൈഫിൽ പല ഏരിയാസിലും അത് ഈ പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും, എസ്പെഷ്യലി റിലേഷൻഷിപ്സിലൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ ഒരു ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മൾ ബ്ലെയിം ചെയ്യുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എല്ലാം തന്നെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ വോണ്ടിൽ കിടക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ അപ്പം നമ്മളിപ്പോൾ എന്താണോ, നമ്മുടെ ലൈഫ് ഇപ്പോൾ എന്താണോ അതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇന്നർ ചൈൽഡ് ക്യാരി ചെയ്യുന്ന മുറിവുകൾ എപ്പോഴും നമ്മുടെ ലൈഫിനെ മോശമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ ഈ ഒരു അൺഹീൽഡ് ആയിട്ടുള്ള പാർട്ടുള്ളപ്പം അത് എപ്പോഴും നമ്മളിപ്പോൾ എത്ര വളർന്നെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് അത്തരം പല പല പ്രോബ്ലംസ് ആയിട്ടും പല പല സിറ്റുവേഷൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്കതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാത്രമാണ് നമുക്കൊരു മെൻ്റലി ഇമോഷണലി നമ്മൾ ഹീലാവുകയും നമ്മുടെ ലൈഫ് തന്നെ മാറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇന്നർ ചൈൽഡ് വോൺസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതും അതുപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്യേണ്ടതും ഒക്കെ അത്യാവശ്യമായിട്ട് വരുന്നത്. സോ ഇനി നമ്മൾ ഇന്നർ ചൈൽഡ് വോൺസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ പേരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ്. കാരണം ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പേരൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും അവരുടെ പേരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്ന നമ്മുടെ ഇന്നർ ചൈൽഡ് വോൺസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പേരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന വോൺസ് ആയിരിക്കും. അത് ചിലപ്പം വളരെ അബ്യൂസീവും ടോക്സിക്കുമായിട്ടുള്ള എക്സ്പീരിയൻസസ് ആവാം. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതെന്ന് തോന്നിപ്പിക്കുന്ന, നമ്മൾ അത്രയധികം ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുമാകാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ പേരൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് നമുക്ക് മേടിച്ച് തന്നില്ല എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് അവിടെ ആ ഒരു കുട്ടിക്ക് ഈ പറയുന്ന ഒരു പെയിനോ ഒരു ഹേർട്ടോ ആയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം അവിടെ ഒരു പെയിനായിട്ട് ഒരു ഇന്നർ ചൈൽഡ് വോൺസ് ആയിട്ട് അങ്ങനെ നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യങ്ങൾ പോലും നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ വോൺസ് ആയിട്ട് അവശേഷിക്കുന്നുണ്ടാകും. സോ പേരൻസിൽ നിന്നും ക്യാരി ചെയ്ത് വരുന്ന വോൺസിനെ നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പായിട്ടാണ് പറയുന്നത്, ഫാദർ വോൺസും മദർ വോൺസും. അപ്പോൾ ഇവിടെ ഫാദർ വോണ്ട് ആൻഡ് മദർ വോണ്ടിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഫാദറും മദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നൊരു കാര്യമാണ്. അത് നല്ല രീതിയിലായിരുന്നോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇവിടെ ഫാദർ ആൻഡ് മദർ വോൺസിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം. കാരണം ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റി, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് ആൻഡ് പേരൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടിയാണ് നമ്മുടെ നാളത്തെ പൗരനെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പേഴ്സണാലിറ്റി എന്തായിരിക്കും എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പേരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കും. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്സ് എന്നത് നമ്മുടെ പേരൻസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിരിക്കും. നമ്മളിൽ ഡെവലപ്പായി വരുന്ന അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസൊക്കെ തന്നെയും നമ്മുടെ പേരൻസുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ നമ്മുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് ആണെങ്കിലും അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം, ഫിനാൻഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ്, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്സ് ആൻഡ് നമ്മൾ ഈ ഒരു
ലൈഫിനെ നോക്കിക്കാണുന്ന രീതി, അതുപോലെ നമ്മുടെ നമ്മൾ മറ്റുള്ള ആളുകളെ നോക്കിക്കാണുന്ന രീതി, ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. സോ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഒരു പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ശരിക്കും എന്താണ് എന്ന് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന് അവിടെ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാ തരത്തിലും വളരുവാനുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാവണം. കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് എപ്പോഴും പേരൻസ് ആയിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ആ കുട്ടിക്ക് മെൻ്റലി, ഇമോഷണലി എല്ലാ രീതിയിലും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വളർന്നു വരാനുള്ളൊരു എൻവയോൺമെൻറ്റ് അവിടെ ഒരുക്കിയിട്ടുണ്ടാവണം. അത്തരത്തിലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവിടെ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റിയും പേഴ്സണാലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടാകണം. അത് പേരൻസ് ഉറപ്പ് വരുത്തി കൊടുക്കുകയും വേണം. അവിടെ കുട്ടിക്ക് എല്ലാവിധ സുരക്ഷയും സംരക്ഷണവും നൽകാനായിട്ട് അവിടെ ഒരു പ്രൊവൈഡറായിട്ട് ഒരു മാസ്കുലിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ലവും കെയറും നർച്ചർ ചെയ്ത് സപ്പോർട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരു ഫെമിനിൻ്റെ പ്രസൻസും ഉണ്ടായിരിക്കണം. ഇത്തരത്തിലൊരു ഹെൽത്തി ആയിട്ടുള്ള മാസ്കുലിൻ്റെയും ഫെമിനിൻ്റെയും പ്രസൻസാണ് ഒരു കുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും ഒരു മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് എനർജീസും ബാലൻസിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് അതിൻ്റെ ബേസിസിലാണ് നമുക്കൊരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ ഉള്ളിൽ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി ഉണ്ട്. അപ്പോൾ അതിനെ ആ ഒരു ഗ്രോത്തിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് നർച്ചർ ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫെമിനിൻ മാസ്കുലിൻ എനർജിയിലേക്ക്, ആ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് അവിടെ ഒരു അങ്ങനെ പ്രോപ്പറായിട്ട് ഗൈഡും നർച്ചറും ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. സോ ഇത്തരത്തിലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മാസ്കുലിൻ്റെയും ഫെമിനിൻ്റെയും പ്രസൻസാണ് നമ്മുടെ പേരൻസ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ത്രൂ അവരിലൂടെ ആയിരിക്കും അവിടെ ആ ഒരു കുട്ടിക്ക് വളരെ ഹെൽത്തി ആയിട്ട് മെൻ്റലി, ഇമോഷണലി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും ഐഡൻറ്റിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെമിനിൻ ആരാണോ ഫെമിനിൻ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫെമിനിൻ അവിടെ ആ കുഞ്ഞിൻ്റെ ഇമോഷണൽ സൈഡിനെയും അതുപോലെ തന്നെ മാസ്കുലിൻ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആൾ അവിടെ കുട്ടിയുടെ മൈൻഡ്, അതായത് മാസ്കുലിൻ സൈഡിനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു കുട്ടിയും പേരൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആ കുട്ടിക്ക് ഈ പറയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ തക്കവണ്ണത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് അവിടെ ആ കുട്ടിക്ക് ലഭിക്കുന്നുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കുട്ടിയും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ ഇത്തരത്തിലൊരു ഹെൽത്തി മാസ്കുലിനും ഫെമിനിനും പ്രസൻറ്റ് ആണ് എങ്കിൽ അവിടെ കുട്ടിക്ക് ഒരു മദർ വോണ്ടോ ഫാദർ വോണ്ടോ ഉണ്ടാവത്തില്ല. എന്നാൽ ഒരു മാസ്കുലിൻ്റെ ഫെമിനിൻ്റെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള മാസ്കുലിൻ്റെ ഫെമിനിൻ എനർജിയുടെയും പ്രസൻസ് അവിടെ ഇല്ല എങ്കിൽ അവിടെ ഒരു മദർ വോണ്ടും ഫാദർ വോണ്ടും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാസ്കുലിൻ അവൈലബിൾ ആയിട്ട് ഇല്ല എങ്കിൽ നമുക്കവിടെ ഫാദർ വോണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ സെയിം വേ നമ്മുടെ ലൈഫിൽ നമുക്ക് ലവും കെയറും നർച്ചറിങ്ങും ഒക്കെ ആയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ടൊക്കെ നൽകാൻ അവിടെ ഒരു ഫെമിനിൻ എനർജി നമ്മുടെ ലൈഫിൽ പ്രസൻ്റ് ആയിട്ടില്ല എങ്കിൽ അവിടെ നമുക്കൊരു മദർ വോണ്ടും ഉണ്ടാകും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഫാദർ വോണ്ടും മദർ വോണ്ടും എന്നത് ഫാദറിൻ്റെയോ മദറിൻ്റെയോ ആബ്സെൻസിൻ്റെ ബേസിസിലല്ല നമ്മൾ പറയുന്നത്, മാസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ ബേസിസിലാണ് പറയുന്നത്. അപ്പോൾ പേരൻസിൽ അച്ഛനോ അമ്മയോ ആര് വേണമെങ്കിലും മാസ്കുലിൻ എനർജി ക്യാരി ചെയ്യുന്നത് ആവാം. അപ്പോൾ അത് അച്ഛൻ തന്നെ ആവണം, അച്ഛൻ തന്നെ മാസ്കുലിൻ എനർജി ക്യാരി ചെയ്യുന്നത് എന്ന് അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഫാദർ ഫെമിനിൻ എനർജി ക്യാരി ചെയ്യാം, മദർ മാസ്കുലിൻ എനർജിയും ക്യാരി ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ജെൻഡർ വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്, എനർജീസിൻ്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മാസ്കുലിൻ എനർജി ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ ഫാദർ വോണ്ട് ഉണ്ടാകും, അതുപോലെ ഫെമിനിൻ എനർജി ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ മദർ വോണ്ടും ഉണ്ടാകും. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ ലോകത്ത് 100% ഹെൽത്തി ആയിട്ടുള്ള മാസ്കുലിനും ഫെമിനിനും ഇല്ല. ഉള്ളത് ഡിസ്റ്റോർഡർ ഫെമിനിനും ഡിസ്റ്റോർഡർ മാസ്കുലിനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസ് എല്ലാം തന്നെ ഡിസ്റ്റോർഡർ മാസ്കുലിനും ഫെമിനിൻ എനർജി ആയിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഡിസ്റ്റോർഷൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഓൾറെഡി നമ്മുടെ പേരൻസിന് ഉണ്ടാകുക. അപ്പോൾ അതനുസരിച്ച് ഒരാൾ ഡിസ്റ്റോർഡർ മാസ്കുലിനും ഒരാൾ ഡിസ്റ്റോർഡർ ഫെമിനിൻ എനർജിയും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസിന് ഹെൽത്തി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ഡിസ്റ്റോർഡർ മാസ്കുലിൻ എന്ന് പറഞ്ഞാൽ അത് വളരെ കൺട്രോളിങ് ആയിട്ടുള്ള
ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അതൊരു പീക്ക് ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റിക് ആയിരിക്കും. സെയിം വേ ഡിസ്റ്റോർഡർ ഫെമിനിൻ എന്ന് പറയുമ്പോൾ അത് വളരെ പീക്കായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു എംപാത്ത് അതിൻ്റെ ഏറ്റവും ഒരു പീക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോൾ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കൺട്രോളും ഇല്ലാത്ത ഒരു പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള അത്തരം ഒരു അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അവിടെ ഡിസ്റ്റോർഡർ ഫെമിനിൻ ഉണ്ടായിരിക്കുക. എപ്പോഴും ഒരു ഡിസ്റ്റോർഡർ മാസ്കുലിനും ഡിസ്റ്റോർഡർ ഫെമിനിനും ആയിരിക്കും റിലേഷൻഷിപ്പിൽ വരിക. അപ്പം ഈ ഒരു ഡിസ്റ്റോർഷൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ മാസ്കുലിൻ ഒരു നാർസിസ്റ്റിക്കും അതുപോലെ ഫെമിനിൻ ഒരു എംപാത്തിക് പേഴ്സണാലിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു കുട്ടി ഉണ്ടായാൽ ഇവർക്കിടയിൽ ജനിക്കുന്ന കുട്ടിക്ക് ഒരു ഹെൽത്തി മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ കുട്ടിക്ക് ഫാദർ വൂണ്ടും മദർ വൂണ്ടും ഉണ്ടാവും. ഫാദർ വൂണ്ട് എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഒരു മാസ്കുലിൻ്റെ ആബ്സെൻസ് ഉണ്ടാകുമ്പോഴാണെന്ന്. അപ്പോൾ ഒരു കുട്ടിയുടെ ലൈഫിൽ ഡിസ്റ്റോർഡർ ആയിട്ടുള്ള ഒരു മാസ്കുലിൻ ആണ് ഉള്ളതെങ്കിൽ അവിടെ ആ ഒരു പേരൻ്റ് എന്ന് പറയുന്നത് വളരെ കൺട്രോളിങ് ആയിരിക്കും, ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കും. അതിൻ്റെ ആ ഒരു ഒരു സ്കെയിലിൽ എടുത്താൽ അത് പല അളവിലായിരിക്കും എന്ന് മാത്രം. സോ അവിടെ ആ ഒരു ഫാമിലി മൊത്തം ആ ഒരു മാസ്കുലിൻ്റെ കൺട്രോളിലായിരിക്കും. ആൻഡ് എല്ലാവരും ആ ഒരു മാസ്കുലിനെ ഒബേ ചെയ്ത് കണ്ടായിരിക്കും ജീവിക്കേണ്ടി വരിക. അവിടെ നമുക്ക് സ്വന്തമായ അഭിപ്രായം പറയാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. സോ ഇവിടെ ഒരു കുട്ടിയുടെ മാസ്കുലിൻ സൈഡിനെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യേണ്ട പേരൻറ്റ് ആ ഒരു കുട്ടിയുടെ മാസ്കുലിൻ സൈഡിനെ സപ്രസ് ചെയ്ത് വെക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയോ പേഴ്സണാലിറ്റിയോ ഒന്നും തന്നെ അവിടെ ആ ഒരു കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഹെൽത്തി ഫെമിനിൻ ആബ്സെൻസ് ആയിട്ട് വരുന്ന സമയത്ത് അവിടെ മദർ വൂണ്ടാണ് ഉണ്ടാകുന്നത്. ഹെൽത്തി ഫെമിനിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുട്ടിയുടെ ഇമോഷണൽ സൈഡിനെ. എന്നാൽ ഇവിടെ ഡിസ്റ്റോർഡർ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡിസ്റ്റോർഡർ ഫെമിനിൻ എനർജി ക്യാരി ചെയ്യുന്ന പേരൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അറിയണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഈ ഒരു മാസ്കുലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, പീപ്പിൾ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ബേസിസിലൊക്കെ ജീവിക്കുന്ന ഒരാളായിരിക്കും. അത്തരം ഒരു പേഴ്സണാലിറ്റിയാണ് ആ ഒരു ഡിസ്റ്റോർഡർ ഫെമിനിൻ ഉണ്ടായിരിക്കും. ഇമോഷൻസിന് മേലെ ഒരു തരത്തിലുള്ള കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഇമോഷൻസിനെ ടേക്ക് കെയർ ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടിക്ക് തൻ്റെ ഇമോഷൻസിനെ കാര്യങ്ങളെ വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും തന്നെ അവിടെ അതിനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാകുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെമിനിൻ സൈഡിനെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം ആ ഒരു കുട്ടിയുടെ ഫെമിനിൻ സൈഡിനെ സപ്രസ് ചെയ്ത് ജീവിക്കേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ കുട്ടിക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആ കുട്ടിക്ക് സാധിക്കത്തില്ല. സോ ഇത്തരത്തിൽ ഡിസ്റ്റോർഡർ ഫെമിനിൻ മാസ്കുലിൻ പേരൻസിൻ്റെ ഇടയിൽ വരുന്ന കുട്ടിക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും അതുകൊണ്ട് തന്നെ പേരൻസിൻ്റെ ആരുടെയെങ്കിലും ഒരാളുടെ പേഴ്സണാലിറ്റി തൻ്റെ സ്വന്തം പേഴ്സണാലിറ്റി ആക്കി മാറ്റിയിട്ട് ജീവിക്കാൻ തുടങ്ങേണ്ടി വരും. സോ ഇവിടെ ചിലപ്പം കുട്ടി ഡിസ്റ്റോർഡർ മാസ്കുലിൻ എനർജിയിലേക്കോ ഫെമിനിൻ എനർജിയിലേക്ക് പോകും. അവരുടെ വോൺസിനനുസരിച്ച്, അവരുടെ ഉള്ളിലുള്ള വോൺസ് എന്താണോ അതിനനുസരിച്ച് അവർ ഡിസ്റ്റോർഡർ മാസ്കുലിനോ ഡിസ്റ്റോർഡർ ഫെമിനോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മദർ വോണ്ട് കൂടുതലാണെങ്കിൽ ഡിസ്റ്റോർഡർ മാസ്കുലിൻ പേഴ്സണാലിറ്റിയും ഫാദർ വോണ്ട് കൂടുതലാണെങ്കിൽ ഡിസ്റ്റോർഡർ ഫെമിനിൻ പേഴ്സണാലിറ്റി ആയിരിക്കും അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാകാം. സോ അപ്പോൾ അവർ അവരുടെ പേരൻസിനെ പോലെ തന്നെ ഒരു ഡിസ്റ്റോർഡർ മാസ്കുലിനും ഡിസ്റ്റോർഡർ ഫെമിനിനും ആയിട്ട് അങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. സോ ഇത്തരത്തിലാണ് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ പേരൻസിൽ നിന്നും ഇത്തരം പേഴ്സണാലിറ്റി നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ജീവിച്ചു വരുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പേരൻസുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ബേസിസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് ത്രൂ നമ്മളിൽ ഡെവലപ്പായിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടെ ഡിസ്റ്റോർട്ടർ മാസ്കുലിൻ എനർജി ആണെങ്കിൽ നമുക്ക് സ്വന്തം ഹാർട്ടുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ മൈൻഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഈഗോ ഉണ്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ലവ് എന്നതിന് ഡിസ്റ്റോർട്ടർ മാസ്കുലിന് സെൽഫ് ലവ് എന്നതിലുപരിയായിട്ട് അവർ സെൽഫിഷ് ആയിരിക്കും. എന്നാൽ സെയിം വേ ഈ ഒരു ഡിസ്റ്റോർട്ടർ ഫെമിനിൻ ആണെങ്കിൽ അവർക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കത്തില്ല. ആൻഡ് അവർക്ക് സ്വയം ടേക്ക് കെയർ ചെയ്യാനായിട്ടൊന്നും അറിയത്തില്ല. ആൻഡ് അവരൊരു സെൽഫ്ലെസ് ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അവർക്ക് അവരോടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു, അതായത് അവരെ തന്നെ അവർ ടേക്ക് കെയർ ചെയ്യാത്ത, സെൽഫ് ലവ് ചെയ്യാത്തൊരു കണക്ഷനായിരിക്കും അവർക്കുണ്ടാവുക. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്യൂച്ചറിൽ ഈ ഡിസ്റ്റോർട്ടർ മാസ്കുലിനും ഡിസ്റ്റോർട്ടർ ഫെമിനിനും ആയിട്ടുള്ള കുട്ടികൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന
ഇതും അവരുടെ പേരൻസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് പോലുള്ള ആളുകളെ തന്നെയായിരിക്കും. അതായത് ഇവിടെ പേരൻസിനെ പോലെ തന്നെ അവരും ഒരു ഡിസ്റ്റോർഡഡ് മാസ്കുലിനും ഡിസ്റ്റോർഡഡ് ഫെമിനിനുമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും അവരുടെ ഭാവിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റോർഡഡ് മാസ്കുലിൻ ആണെങ്കിൽ ഒരു ഡിസ്റ്റോർഡഡ് ഫെമിനിനെയും, ഒരു ഡിസ്റ്റോർഡഡ് ഫെമിനിൻ ആണെങ്കിൽ ഒരു ഡിസ്റ്റോർഡഡ് മാസ്കുലിനെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പേരൻസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങളിത് സ്വയം നിങ്ങളുടെ ലൈഫിലൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഫാദർ വൂണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ ഫാദറിനെ പോലെ തന്നെ അതുപോലെ ഒരു ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിരിക്കും. അതുപോലെ സെയിം വേ ഒരു മദർ വൂണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ മദറിനെ പോലെ തന്നെ ഇമോഷണലി വളരെ ക്ലിങ്ങി ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. സോ നമുക്ക് നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, ലവർ അല്ലെങ്കിൽ ഇപ്പോൾ ടിൻ ഫ്ലെയിം, കാർമിക്, സോൾമേറ്റ് ആരും ആയിക്കോട്ടെ, അവിടെയൊക്കെ ഈ നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേരൻസായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും. സോ ഇപ്പം നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്നർ ചൈൽഡിൻ്റെ വൂൺസ് കാരണമാണ്. അപ്പോൾ ഈ ഒരു ഇന്നർ ചൈൽഡിൻ്റെ വൂൺസിനോടൊപ്പം തന്നെ ഈ നമ്മളിൽ ഓരോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമ്മൾ ഡെവലപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഡിസ്റ്റോർഡഡ് മാസ്കുലിൻ ആണെങ്കിൽ ഒരു അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും, അതുപോലെ ഡിസ്റ്റോർഡഡ് ഫെമിനിൻ ആണെങ്കിൽ അവർ ഒരു ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ആയിരിക്കും അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ തന്നെ രണ്ടുപേരും രണ്ട് പൊളാരിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അവർക്ക് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ മാച്ച് ആവത്തില്ല. ഒരാൾ ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആളും മറ്റേ ആളെന്ന് പറഞ്ഞാൽ ഇമോഷൻസിനോട് വളരെ ഫിയർ ആയിട്ടുള്ള ആളുമാണ്. അപ്പം അതുകൊണ്ടാണ് ഒരാൾ ചേസ് ചെയ്യാനും ഒരാൾ റണ്ണ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത്. സോ ഇനി ഫാദർ വൂണ്ടിനും മദർ വൂണ്ടിനും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കുറച്ച് പോയിൻറ്റ്സ് കൂടെ പറയാം. ഫാദർ വൂണ്ട് എന്ന് പറയുമ്പം അവിടെ ഹെൽത്തി മാസ്കുലിൻ്റെ ആബ്സെൻസിലാണ് അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഹെൽത്തി മാസ്കുലിൻ്റെ ഒരു ആബ്സെൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ മാസ്കുലിൻ എനർജി എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊവൈഡിങ് എനർജിയാണ്. നമുക്ക് സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് മാസ്കുലിൻ എനർജിയാണ്. അപ്പോൾ അത്തരം ഒരു എനർജി നമ്മുടെ ലൈഫിൽ നമുക്ക് ചൈൽഡ്ഹുഡിൽ ആബ്സെൻ്റ് ആയിരുന്നെങ്കിൽ, അതിപ്പോൾ നമ്മുടെ ഫാദർ ഫിഗർ ഫിസിക്കലി ആബ്സെൻ്റ് ആയതോ അല്ലെങ്കിൽ ഇമോഷണലി ആബ്സെൻ്റ് ആയതോ ആണെങ്കിൽ കൂടെ അപ്പോൾ നമുക്ക് അവിടെ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി ഒന്നും നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. സോ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന സേഫ്റ്റി, സെക്യൂരിറ്റി ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഈവൻ നമ്മൾ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എവിടെ പോയാലും നമുക്ക് ഈ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാദർ വൂണ്ടുള്ള ആളുകളിൽ ഈ പറയുന്ന അവരുടെ ലോവർ ചക്രാസ് ബ്ലോക്ക്ഡ് ആയിരിക്കും. നമ്മുടെ ലോവർ ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് വീടുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ലോവർ ചക്ര ബ്ലോക്ക്ഡ് ആകുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ റൂട്ട് ചക്രയൊക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു അടിത്തറ ഒരു കാര്യത്തിലുണ്ടായിരിക്കില്ല. അതിപ്പം നമ്മുടെ വീട്ടിൽ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ ഫിനാൻസ്, ജോബ്, കരിയർ, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലായിടത്തും ഒരു അടിത്തറ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതായത് ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി ഉണ്ടാവില്ല. മെയിൻലി നമ്മുടെ റൂട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ 3D മെട്രിക്സിലുള്ള, അതായത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നമുക്കൊരു ഗ്രോത്ത് വരത്തില്ല. അതായത് ഫിനാൻസ് കാര്യങ്ങളെല്ലാം തന്നെ ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കും. ഈ പറയുന്ന പോലെ നമ്മുടെ ഈ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഉള്ള ഒരു തത്രപ്പാടിലായിരിക്കും നമുക്ക് ആ ഒരു ഫിനാൻസിലാണെങ്കിലും ജോബ്, കരിയർ, അങ്ങനെ നമുക്കൊരു സേഫ്റ്റി സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ടായിരിക്കില്ല. അതുപോലെ നമുക്കൊരു ചിലപ്പോൾ വീടുണ്ടായിരിക്കില്ല നമുക്ക് താമസിക്കാൻ വേണ്ടി. നമ്മൾ വാടകയ്ക്കായിരിക്കും ചിലപ്പോൾ താമസിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫിനാൻസ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ആ ഒരു ഫാദർ വൂണ്ടിൻ്റെ കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഫാദർ വൂണ്ടുള്ളവർക്ക് ഈ ഒരു താഴത്തെ നമ്മുടെ 7 ചക്രാസിൽ ലോവർ ചക്രാസ് ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഫാദർ വൂണ്ടുള്ള ആളുകൾക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അവർക്ക് അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കും. അപ്പം ഫാദർ വൂണ്ടുള്ള ആളുകളുടെ അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ അവർ വളരെയധികം ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരം അതായിരിക്കും. അതുപോലെ അവർക്ക് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. അവർക്ക് അതുപോലെ തന്നെ ബൗണ്ടറി വയ്ക്കാൻ അറിയുന്നുണ്ടാവില്ല. സെൽഫ് ലവ് ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫാദർ വൂണ്ട്സ് ഉള്ളവർക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇനി മദർ വൂണ്ടിലേക്ക് വരുവാണെങ്കിൽ, മദർ വൂണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫെമിനിൻ എനർജിയുടെ ആബ്സെൻസ് ആണ് വരുന്നത്. അപ്പോൾ ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നർച്ചർ ചെയ്യാനോ, നമ്മളെ ലവ് ചെയ്യാനോ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ഒന്നും തരാനായിട്ട് നമുക്കവിടെ ഒരു ഫെമിനിൻ എനർജി നമുക്കവിടെ ഉണ്ടായിരുന്നില്ല, പ്രസൻസ് അല്ല എങ്കിൽ ഈ പറയുന്ന നമുക്ക് അവിടെ നമ്മുടെ ഹാർട്ട്
ഹാർട്ട് ചക്ര ക്ലോസ്ഡ് ആയി പോകും. അതുപോലെ തന്നെ നമുക്ക് ഇമോഷൻസിനെ ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതായത് നമ്മുടെ ഹാർട്ട് അവിടെ നമ്മൾ ക്ലോസ് ആക്കി വെക്കും. പിന്നെ നമ്മൾ ഇമോഷൻസ് കാണിക്കില്ല, നമ്മൾ ഫീൽ ചെയ്യില്ല, ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യാതെയാകും. അതായത് നമുക്കൊരു റിജക്ഷൻ ഫിയർ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ലവിനെ നമ്മൾ റിസീവ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ പേടിയായിരിക്കും. അപ്പം മദർവുണ്ടുള്ള ആളുകളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലവ് എന്ന് പറഞ്ഞാൽ, അല്ലെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിയർ ആയിരിക്കും, ഒരു പേടിയായിരിക്കും. അവർ അതിൽ നിന്ന് ഓടാൻ വേണ്ടിയായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുക. മദർവുണ്ടുള്ള ആളുകൾക്ക് പിന്നെ മെയിൻലി അവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും, അവരുടെ ഹാർട്ട് ചക്രയും ബ്ലോക്ക്ഡ് ആയിരിക്കും. ആൻഡ് മദർവുണ്ടുള്ള ആളുകൾക്ക് അവരുടെ അപ്പർ ചക്രാസുമായിട്ട് അവർക്ക് കണക്ഷൻസ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഫാദർ കൊണ്ടുള്ളവർക്ക് ലോവർ ചക്രയായിട്ട് കണക്ഷൻ ഇല്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു മദർ കൊണ്ടുള്ളവർക്ക് അവരുടെ അപ്പർ ചക്രാസുമായിട്ടും കണക്ഷൻ ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ഇൻഡ്യൂഷനായിട്ടോ ഹാർട്ടായിട്ടോ ഒന്നും തന്നെ അവർക്ക് യാതൊരു വിധത്തിലുള്ളൊരു കണക്ഷനും ഉണ്ടായിരിക്കില്ല. അവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും. ഇനി ഈ ഫാദർ വൂണ്ടിനും മദർ വൂണ്ടിനും എങ്ങനെയാണ് ഹീൽ ചെയ്യാൻ പറ്റുന്നത് എന്നും കൂടെ പറയാം. ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ ആദ്യം പേരൻസ് എന്ന് പറയുന്നത് 100% ഹെൽത്തി മാസ്കുലിനും ഫെമിനിനും അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഈ ഫാദർ വൂണ്ടും മദർ വൂണ്ട്സും ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞും ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് വളരെ കുറവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ലൈഫ് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമലായിട്ടുള്ള ആളുകളൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ വളരെ അതൊരു നോർമലായിട്ടുള്ള കാര്യമായിട്ട് തന്നെ കണ്ടിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷേ നമ്മളൊരു ഇത്തരം ട്വിൻ ഫ്ലെയിം ജേർണിയിലോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കണിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, അതുപോലെ ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അബ്യൂസീവ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മളിതിനെ റിയലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത്തരം ഹീലിങ് കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതും. സോ ഈ ഒരു അറിവ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്നത് തന്നെ അത് തന്നെ ഒരു ഹീലിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു തിരിച്ചറിവ് പലർക്കും ഇല്ല. അപ്പോൾ എല്ലാവരും അതിനെ ഒരു നോർമലായിട്ടായിരിക്കും കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ട്വിൻ ഫ്ലെയിംസും അതുപോലെ അത്രയും വലിയ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്കെന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. എസ്പെഷ്യലി ട്വിൻ ഫ്ലെയിംസിനൊക്കെ ആണെങ്കിൽ ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് ആ സെൽഫായിട്ട് ആ ഒരു ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ സെൽഫായിട്ട് മദർ വൂണ്ടും ഫാദർ വൂണ്ടിനെ ഹീൽ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറയാം. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ഒരു അക്സെപ്റ്റൻസ് ആണ്. ഇത്തരം ഒരു മദർ വൂണ്ട് അല്ലെങ്കിൽ ഫാദർ വൂണ്ട് നമുക്കുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചിലർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൻ അവരുടെ പേരൻസ് ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേരൻ്റ് ആയിരുന്നെങ്കിൽ കൂടെ അവർക്ക് അവരുടെ പേരൻറ്റ് ബെസ്റ്റ് ആയിരുന്നു എന്ന് ഉള്ളൊരു സെൽഫ് ബിലീഫ് ഉണ്ടായിരിക്കും. അതായത് അവരുടെ പേരൻസ് അവരോട് എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളൊക്കെ അതിപ്പോൾ എത്ര ടോക്സിക് ആയിരുന്നെങ്കിൽ കൂടെ അത് നമ്മുടെ നല്ലതിന് വേണ്ടി ആയിരുന്നു, അല്ലെ അത്തരത്തിൽ എനിക്ക് ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴും അങ്ങനെ സെൽഫ് ബിലീഫ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പറയണ ഹീലിംഗ് നമുക്ക് നടക്കത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് വരിക, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരിക, എന്നാൽ മാത്രമാണ് നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആൻഡ് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ മദർ വൂണ്ടും ഫാദർ വൂണ്ടും ഒക്കെ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ പേരൻസിനെ നമുക്ക് ബ്ലെയിം ചെയ്യാനായിട്ട് തോന്നാം. അതായത് ഇപ്പം ആ ഒരു കാരണമാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടായത്, നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് എല്ലാം എൻ്റെ പേരൻസ് നമ്മളെ ശരിക്കും നോക്കാഞ്ഞിട്ടല്ലേ, അല്ലെ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പേരൻസിനെ ബ്ലെയിം ചെയ്യണമെന്നൊക്കെ തോന്നാം. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ ഒരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫോർഗീവ് ചെയ്യണം. കാരണം അവരെന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ആണ്. നമ്മളെപ്പോലെ തന്നെ അവരുടെയും ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് വൂണ്ടഡ് ആയിരുന്നു. കാരണം അവരുടെ പേരൻസ് എന്ന് പറയുന്നത് അവരും വൂണ്ടഡ് ആയിരുന്നു. ആൻഡ് അവരിലൂടെ ആണ് നമ്മുടെ പേരൻസിന് ആ ഒരു പേഴ്സണാലിറ്റി കിട്ടുന്നത്. ആൻഡ് നമ്മുടെ പേരൻസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പേരൻസിന് അവിടെ ഇങ്ങനെ ഹീലിങ്ങിനെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരും ഇത്തരം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അവർ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. സോ നമ്മളിലെത്തിയപ്പോഴത്തേനും ആ ഒരു കാര്യം നമ്മളും തുടർച്ചയായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ആ ഒരു അറിവ് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ആ ഒരു അറിവുണ്ട്. നമുക്ക് ആ ഒരു ഹീൽ ചെയ്താൽ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാമെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് ഫോർഗീവ്നെസ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഹീലിങ്ങിലേക്ക് വരിക എന്നുള്ളൊരു കാര്യം. സോ സെൽഫ് ഹീലിംഗ് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ഒരു ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ഫാദറിനും മദറിനും നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുക. അങ്ങനെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മദർ വൂണ്ടും ഫാദർ വൂണ്ടിനും നമ്മൾ ഹീൽ ചെയ്യാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പേരൻ്റായിട്ട് മാറുക എന്നതാണ്. അതായത് നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ പേരൻ്റായിട്ട് നമ്മളങ്ങ് മാറണം. ലൈക്ക് നമ്മൾ നമ്മുടെ ഒരു കുട്ടീനെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, അത് ലവ് ചെയ്യുന്നത്, അതുപോലെ ഇമോഷണലി മെൻ്റലി ഫിസിക്കലി എല്ലാ തരത്തിലും നമ്മളെ കെയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മുടെ ഒരു പേരൻ്റായിട്ട് നമ്മൾ മാറണം. ഇത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. കാരണം കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ഓൾറെഡി വൂണ്ടഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ
നമുക്ക് അത്തരത്തിൽ കോൺഷ്യസ് ആയിട്ടല്ലാതെ നമ്മൾ തന്നെത്താനെ നമുക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമ്മളവിടെ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മളവിടെ ആക്ഷൻ എടുത്ത് നമുക്ക് വേണ്ട കെയറും ലവും ഒക്കെ നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങണം. അപ്പം ഫാദർ വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ മാസ്കുലിൻ സൈഡിനെ, അതായത് നമ്മുടെ മാസ്കുലിൻ ക്വാളിറ്റീസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. അതുപോലെ തന്നെ നമുക്ക് തന്നെ ആ ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ മദർ വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഫെമിനിൻ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫെമിനിൻ ക്വാളിറ്റീസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. ക്രിയേറ്റീവ് സൈഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മുടെ സെൽഫ് കെയർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റിസീവിങ് മോഡിലിരിക്കാണ്ട് ശ്രമിക്കണം. ലൈഫിനെ നമ്മൾ സ്ലോ ആക്കിക്കൊണ്ട് വന്നിട്ട് നമ്മളൊരു റിസീവിങ് മോഡിലിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ മദർ വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്തരം ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു ബൗണ്ടറി വെക്കണം. നമുക്ക് നമ്മുടെ ഫാദറിൽ നിന്നോ മദറിൽ നിന്നോ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് വോൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ചേഞ്ച് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരിൽ നിന്ന് നമുക്ക് ഈ പറയണ സെയിം രീതിയിലുള്ള പാറ്റേൺസും ബിഹേവിയറും ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മളവിടെ നമ്മൾക്ക് ആ ഒരു വോണ്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി നമ്മളതിനെ ഫൊർഗീവ് ചെയ്ത് ഹീൽ ചെയ്ത് വരുമ്പോൾ പിന്നീട് അതിനെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കരുത്. അത്തരം സെയിം ആയിട്ടുള്ള ബിഹേവിയറിനെയും പാറ്റേൺസിനെയും ഒന്നും നമ്മൾ അലോ ചെയ്ത് കൊടുക്കരുത്. അതീവൻ നമ്മുടെ പേരൻസ് ആണെങ്കിലും ഇപ്പം നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും ആരാണെങ്കിലും അത്തരം ബിഹേവിയർ കാര്യം നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് വരുന്നതിൻ്റെ വന്നിട്ട് നമ്മൾ പിന്നെയും അത്തരം പാറ്റേൺസും ബിഹേവിയറും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ബൗണ്ടറി നമ്മളവിടെ ഒരു സ്ട്രോങ് ആയിട്ട് വെക്കണം. അല്ലാതെ നമ്മളതിനെ അലോ ചെയ്ത് വീണ്ടും നമ്മൾ ഇരിക്കരുത്. അതൊരു മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ മദർ വൂണ്ടിനെ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയുടെ വോമ്പ് വഴി നമുക്ക് ക്യാരി ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് വോൺസൊക്കെ കാണും. അപ്പോൾ അതിനെയൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വോം ഹീലിംഗ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ സാക്രൽ ചക്ര ഹീലിങ്ങും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മദർ വൂണ്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഹാർട്ട് ചക്രയും അതുപോലെ തന്നെ ത്രോട്ട് ചക്രയും ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഈ 7 ചക്രാസിൽ ഈ 2 ചക്രാസിനെയും നമുക്ക് മെഡിറ്റേഷൻ അങ്ങനെ 7 ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഹീൽ ചെയ്യിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫാദർ വൂണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് മെയിനായിട്ട് ബേസിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ റൂട്ട് ചക്ര ലോവർ ചക്രാസ് ബ്ലോക്ക്ഡ് ആയിരിക്കുന്നു. സോ അപ്പം നമ്മുടെ ലോവർ ചക്രാസ് ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഫാദർ വൂണ്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലൈഫിൽ ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി, സെക്യൂരിറ്റി, ഫിനാൻസ്, കരിയർ ഇതെല്ലാം തന്നെ പ്രോബ്ലംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആ ഒരു ചൈൽഡ്ഹുഡിൽ അവിടെ ഒരു പ്രൊവൈഡർ നമുക്ക് ആബ്സെൻസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ നമ്മുടെ റൂട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും. സോ ഫിനാൻസ് ഒന്നും നമുക്ക് ശരിയാവണമെന്നില്ല. ആൻഡ് അപ്പം അങ്ങനെയുള്ള അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫാദർ വൂണ്ട് നമ്മൾ ഹീൽ ചെയ്യണം. പിന്നെ നമ്മുടെ റൂട്ട് ചക്ര നമ്മൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹീലിങ്ങിൻ്റെ എല്ലാം മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മുടെ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ജേർണലിങ് ചെയ്യുന്നത് വഴിയാണ് അത്തരത്തിൽ ഈ സപ്രസ്ഡ് ഇമോഷൻസ് നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമ്മൾ മദർ വൂണ്ടും ഫാദർ വൂണ്ടിനും നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ മദറും ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമുക്കുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനെ ഇതുപോലെ എഴുതിയിട്ട് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി സപ്രസ്ഡ് ഇമോഷൻസ് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കണം. അത് കുറേ റിലീസായി കഴിയുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ നമുക്കൊരു റിലീഫ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു റിലീഫ് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള നമ്മുടെ സെൽഫ് ലവും സെൽഫ് കെയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാച്ചുറലി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ലൈഫിൽ മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നു മെയിൻലി റിലേഷൻഷിപ്സിലാണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും തന്നെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ വോണ്ട് കാരണമായിരിക്കും. സോ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. സോ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീൽ ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജീനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദാറ്റ്സ് വൈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നോർമലായിട്ടുള്ള ആളുകൾക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, അവർ അത്ര അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് ടിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്കൊക്കെ വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പെഷ്യലി ടിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ പീക്ക് ലെവലിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യും. ലൈക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്സ് എല്ലാം തന്നെ ഈ ഒരു ഡിസ്റ്റോർട്ടർ ഫെമിനിനും ഡിസ്റ്റോർട്ടർ മാസ്കുലിൻ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നാർസിസ്റ്റിക് ആയിട്ടും ഒരു എംപാത്ത് ഒരു അത്തരത്തിലുള്ളൊരു റിലേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോകാനായിട്ട് പറ്റാതെ വരും. അവിടെ അത്രയും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആയിട്ടും അബ്യൂസീവൊക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ പേരൻസും അത്തരത്തിലുള്ള ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന പാറ്റേൺസിനെ അവർക്ക് അവിടെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് അവരുടെ ഒരു സോൾ പർപ്പസിൻ്റെ കൂടെ ഒരു
അത് അവരുടെ ഒരു സോൾ പർപ്പസും കൂടെ ആയിട്ട് ആണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ പാറ്റേൺ നമ്മൾ ഹീൽ ചെയ്ത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഇപ്പം നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് അതിൽ ഹാർഡായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ പേരൻസ് ഈ ഒരു സെയിം നമ്മളെപ്പോലെ തന്നെ ഈ ഒരു സെയിം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഹീലിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു ഹീലിംഗ് സംഭവിച്ചിട്ടില്ല. അവർക്ക് ഹീലിംഗ് സംഭവിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആ സെയിം കാര്യങ്ങൾ നമുക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അത് കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ഒരു കുറച്ചും കൂടെ ഹാർഡായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഇപ്പം നമുക്ക് ഈ ഒരു അറിവ് ലഭിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളത്. ആൻഡ് നമ്മളങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ വരുവാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് അത് ഏറ്റവും ഉപകാരപ്പെടുന്നത്. ായിട്ടപ്പോൾ ഈ ഒരു ഇന്നർ ചൈൽഡ് വൂൺസ്, മദർ വൂണ്ട്, ഫാദർ വൂണ്ടിനെയൊക്കെ നമ്മളിപ്പോൾ ഹീൽ ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാരി ചെയ്യുന്ന ഈ ഒരു വൂൺസൊക്കെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് നമ്മുടെ കുട്ടികൾ ഈ ഒരു വൂൺസൊക്കെ തന്നെ ക്യാരി ചെയ്യും. ആൻഡ് അവരുടെ ലൈഫും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ആയി കൊണ്ടുപോകും. നമ്മളെങ്ങനെയാണോ നമ്മുടെ പേരൻസിൽ നിന്ന് ക്യാരി ചെയ്ത് വന്നാൽ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് അവരും ക്യാരി ചെയ്തു പോകും. അപ്പം നമുക്കിപ്പോൾ ഒരു ഹീലിങ്ങിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ടിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ടിൻ ഫ്ലെയിം DF ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പാറ്റേൺസിനെ അവിടെ ബ്രേക്ക് ചെയ്യാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതവരുടെ ഒരു സോൾ പർപ്പസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ജേർണിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഫാദർ ബോണ്ടിനെ മദർ ബോണ്ടിനെയൊക്കെ അതെന്ന് പറഞ്ഞാൽ ഒരു ജനറേഷണൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേണിനെ നമ്മൾ DFs അത് ക്ലിയർ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ ഒരു പുതിയൊരു ആൻസിസ്റ്ററായിട്ട് നമ്മൾ മാറുകയാണ്. അത് നമ്മുടെ ഒരു പുതിയ നെക്സ്റ്റ് വരുന്ന ജനറേഷൻ്റെ പുതിയൊരു ആൻസിസ്റ്ററായിട്ട് നമ്മൾ മാറുകയാണ്. പുതിയൊരു പാറ്റേൺ നമ്മളിലൂടെ രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹീൽഡ് ആയിട്ടുള്ളൊരു വേർഷനിലേക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അത് നമ്മളിലൂടെ നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് നമ്മൾ ആ ഒരു ഹീലിംഗ് നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് ഈ ഒരു ഇന്നർ ചൈൽഡ് വൂൺസിനെ, അതായത് ഫാദർ വൂണ്ട്, മദർ വൂണ്ടിനെ കുറിച്ചൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.